ഏറെ പ്രതീക്ഷകൾ ഉണർത്തി കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന ഒരു യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടം. ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരിക്കെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു രാഹുൽ. ഇത്തരത്തിൽ രാഹുലിനെ ഷാഫി ചാനൽ ചർച്ചകളിലേക്ക് സംഘടനയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും UDF എന്ന മുന്നണിയുടെയും വക്താവായി ഡിബേറ്ററായി നിയോഗിക്കുകയും ചെയ്തു. ചാനൽ ചർച്ചകളിൽ നടത്തിയ മാസ്മരിക പ്രകടനം രാഹുലിനെ ഒരു ഓവർനൈറ്റ് സക്സസ് ആക്കി മാറ്റുകയും കേരളത്തിലെമ്പാടും അദ്ദേഹത്തിന് ആരാധകർ സൃഷ്ടിക്കപ്പെടുകയും രാഹുലിന് പാർട്ടിക്കുള്ളിലെ ഏറ്റവും താരപദവിയുള്ള യുവ നേതാവ് എന്ന പരിവേഷം കൈവരുവാൻ സഹായിക്കുകയും ചെയ്തു. ഈ ഒരു പരിവേഷത്തിൻ്റെ ആനുകൂല്യത്തിൽ തന്നെയാണ് ഷാഫിയുടെ പിൻഗാമിയായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കും പിന്നീട് പാലക്കാടിൻ്റെ MLA സ്ഥാനത്തേക്കും കടന്നു വരുവാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചത്. അങ്ങനെ അതിൻ്റെ ഏറ്റവും ഗ്ലാമറിൽ, കരിയറിൻ്റെ ഏറ്റവും അത്യുന്നതിയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടം ലൈംഗിക അപവാദ ആരോപണങ്ങളിൽ പ്രതിസ്ഥാനത്തെത്തുന്നത്. പിന്നീട് ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെ പീഡന കേസുകളിൽ കേരള പോലീസ് പ്രതിയാക്കുകയും ചെയ്തു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ രാഹുലിൻ്റെ അറസ്റ്റ് ഉണ്ടാകുകയും രാഹുൽ ദീർഘദിവസങ്ങൾ, അതായത് 14 ദിവസത്തോളം ജയിൽവാസം അനുഷ്ഠിക്കേണ്ട സാഹചര്യവും ഉണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ ലൈംഗിക അപവാദ ആരോപണങ്ങളിൽ പ്രതിസ്ഥാനത്തെത്തിയതോടുകൂടിയാണ് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും പിന്നീട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കോൺഗ്രസ് നീക്കം ചെയ്തത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് പുറത്തായിരുന്നതുകൊണ്ട് തന്നെ സിറ്റിംഗ് മണ്ഡലമായ പാലക്കാട് പോലും രാഹുലിനെ സ്ഥാനാർത്ഥിത്വത്തിനായി കോൺഗ്രസ് പരിഗണിക്കുകയും ചെയ്തില്ല. എന്നിരുന്നാലും പാർട്ടിക്ക് പുറത്തുപോയ ഘട്ടത്തിലും തൻ്റെ രാഷ്ട്രീയം കോൺഗ്രസിനൊപ്പമാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ആ നിലപാടുകളുമായി സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി പാർട്ടിക്ക് അനുകൂല UDF അനുകൂല പ്രചാരണങ്ങളുമായി നിലകൊള്ളുവാനും രാഹുലിന് സാധിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം രാഹുൽ നടത്തിയ ഈ പ്രവർത്തനങ്ങൾ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും വിജയത്തിന് സഹായകരമായി മാറിയ ഒരു ഘടകമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. എന്നിരുന്നാൽ പോലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് പാർട്ടിയിലൂടെ ഒരു രാഷ്ട്രീയ മടങ്ങിവരവുള്ള സാധ്യതകൾ തീരെ ഇല്ലാതായിരിക്കുന്നു എന്നാണ് സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. രാഹുലിൻ്റെ സദാചാര വിരുദ്ധ നിലപാടുകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനെ ഒരു വലിയ വിഭാഗം പാർട്ടിക്കുള്ളിൽ നിന്ന് എതിർക്കുന്നു എന്നതുകൊണ്ടാണ് രാഹുലിൻ്റെ മടങ്ങിവരവ് ബുദ്ധിമുട്ടായി മാറുന്നത്. ഒരു പതിറ്റാണ്ടിൻ്റെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ അധികാരം തിരിച്ചുപിടിച്ച കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നേതാക്കൾക്കും പ്രവർത്തകർക്കും ഈ ഓണക്കാലം ഇരട്ടി മധുരമാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ഇതൊരു ഒറ്റപ്പെട്ട ഓണക്കാലമാണ് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പാർട്ടിയുടെ ഭാഗമല്ലാതായിക്കൊണ്ട് അയാൾ ഒരുപക്ഷെ ആഘോഷിക്കുന്ന ദീർഘകാലത്തിന് ശേഷമുള്ള ആദ്യ ഓണവും ഇതാവുവാൻ തന്നെ സാധ്യതയുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്തവണത്തെ ഓണം എങ്ങനെയായിരുന്നു എന്നതിൻ്റെ വിശദാംശങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ കേരള സ്പീക്സിൻ്റെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവുമായി ഏറെ അടുപ്പം പുലർത്തുവാൻ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഇന്നും തയ്യാറാകുന്നുണ്ട്. എന്നാൽ ഇവരുടെ ഒന്നും സ്വാധീനത്തിന് അയാളെ പാർട്ടിയിലേക്ക് തിരികെ എത്തിക്കുവാൻ സാധിക്കുന്നില്ല എന്നതും വസ്തുതയാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പലപ്പോഴും രാഹുൽ മാങ്കൂട്ടം പൊതുവേദികൾ ഒഴിവാക്കിക്കൊണ്ട് തൻ്റെ സഹപ്രവർത്തകർക്കും സംഘടനയ്ക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ മുന്നോട്ട് പോകുവാനാണ് ശ്രമിക്കുന്നത്. വളരെ ക്ഷമാപൂർവ്വം കാത്തിരുന്നുകൊണ്ട് എന്തെങ്കിലും കോൺഗ്രസിലേക്ക് തിരികെ എത്തുവാനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിനാൽ തന്നെ ഈ ഓണക്കാലത്ത് രാഹുലിനൊപ്പം പാർട്ടിയിലെ സഹപ്രവർത്തകരോ നേതാക്കളോ ഉണ്ടായിരുന്നില്ല എന്നതാണ് ആദ്യത്തെ വസ്തുത. എന്നാൽ രാഹുൽ തീർത്തും ഒറ്റപ്പെട്ടിട്ടല്ല ഈ ഓണം ആഘോഷിച്ചത്. എല്ലാവർക്കും ഏറ്റവും അവസാന ആശ്രയമാകുന്ന കുടുംബം എന്നതുപോലെ തന്നെ രാഹുലിൻ്റെ കുടുംബവും ഇത്തവണ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. രാഹുലിൻ്റെ കുടുംബം എന്ന് പറയുന്നത് രാഹുലിൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയതാണ്. രാഹുലിൻ്റെ അമ്മയുണ്ട്, രാഹുലിന് ഒരു സഹോദരിയുണ്ട്, സഹോദരി വിവാഹിതയാണ്, സഹോദരിക്കൊരു കുഞ്ഞും ജനിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ തൻ്റെ അമ്മയോടും സഹോദരിയോടും സഹോദരി ഭർത്താവിനോടും സഹോദരിയുടെ കുഞ്ഞിനോടുമൊപ്പം ായിരുന്നു രാഹുലിൻ്റെ ഈ ഓണാഘോഷം എന്നത് നമ്മൾ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. തൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം, അതായത് തൻ്റെ പൂർണ്ണ കുടുംബാംഗങ്ങൾക്കൊപ്പം നിലകൊള്ളുന്ന രാഹുലിൻ്റെ ചിത്രങ്ങളാണ് ഇത്തവണ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. സഹോദരിയുടെ കുഞ്ഞായ ഭാനുവിൻ്റെ ആദ്യ ഓണം എന്ന അടിക്കുറിപ്പോടു കൂടിയാണ് രാഹുൽ ഈ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. നമ്മൾ ഓർക്കണം, രാഹുലിൻ്റെ സഹോദരി ഗർഭിണിയായിരുന്ന സമയത്താണ് രാഹുലിനെതിരെ ലൈംഗിക അപവാദ ആരോപണങ്ങൾ ഉയർന്നു വന്നത്. അന്ന് രാഹുലിൻ്റെ കുടുംബത്തിൻ്റെ പ്രൈവസിയെ പോലും മാനിക്കാതെ, ഒരു ഗർഭിണിയുടെ സ്വകാര്യതയെ പോലും മാനിക്കാതെ രാഹുലിൻ്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ വരെ CPM സൈബർ ഹാൻഡിലുകളും രാഹുൽ വിദ്വേഷികളും വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വെല്ലുവിളികളും സംഘർഷങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ കുടുംബത്തിലേക്ക് സന്തോഷവുമായി രാഹുലിൻ്റെ സഹോദരിയുടെ കുഞ്ഞ് കടന്നു വന്നത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സാമൂഹ്യ മാധ്യമ പ്രസൻസ് എന്ന് പറയുന്നത് അദ്ദേഹം പങ്കുവെക്കുന്ന റീൽ വീഡിയോകളാണ്. എന്നാൽ അല്പം പൈങ്കിളി ലെവലിലായി
പതിവായിപ്പോയി ഈ ഓണക്കാലത്തും ക്ഷേത്ര ദർശനം നടത്തുന്ന രാഹുൽ പങ്കുവച്ചിട്ടുള്ള റീൽ വീഡിയോ എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മുണ്ടെടുത്ത് പൊക്കുന്ന സിനിമാറ്റിക് സ്റ്റൈലിൽ നടന്നു നീങ്ങുന്ന സ്ലോ മോഷൻ വിഷ്വൽസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രാഹുലിന് വേണ്ടിയുള്ള ഇത്തവണത്തെ ഓണക്കാല റീൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് പങ്കുവച്ചിട്ടുള്ളത്. ഇതല്പം പൈങ്കിളിയായിപ്പോയി, അല്പം സിനിമാറ്റിക് ആയിപ്പോയി. രാഹുൽ എന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരു സീരിയസ് പൊളിറ്റീഷ്യനെ കാണുവാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ഇത് നിരാശയാണ് സമ്മാനിക്കുന്നത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരം പ്രവണതകൾ ഒഴിവാക്കുന്നത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയക്കാരനെന്ന ഐഡന്റിറ്റിയിൽ കൂടുതൽ തിളക്കത്തോടുകൂടി നിലകൊള്ളുവാൻ സഹായകരമാകുന്ന ഒരു കാര്യമാകും എന്നതിലും തർക്കം വേണ്ട. ഇനി രാഹുലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കുടുംബത്തെ പോലെ തന്നെ അദ്ദേഹത്തിനൊപ്പം നിലയുറപ്പിച്ച സുഹൃത്തുക്കളും അദ്ദേഹത്തിനുണ്ട് എന്നതും നമ്മൾ ഓർക്കേണ്ടതാണ്. രാഹുലിൻ്റെ വിശ്വസ്തരായിട്ടുള്ള വലം കൈകൾ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുണ്ട്. കോൺഗ്രസിൽ നിർണായക പദവികൾ വഹിക്കുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവ് പുറത്താക്കപ്പെട്ട ഘട്ടത്തിൽ പോലും രാഹുലിനൊപ്പം അടിയുറച്ചു നിൽക്കുവാനും അദ്ദേഹത്തിനൊപ്പം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാനും ഇവരാരും ഒരു മടിയും കാണിച്ചിട്ടില്ല. ഇത്തരത്തിൽ രാഹുലിനൊപ്പം എല്ലാ ഘട്ടത്തിലും അടിയുറച്ചു നിന്നിട്ടുള്ള രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വലം കൈകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന, മനസാക്ഷി സൂക്ഷിപ്പുകാർ എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന രണ്ട് വ്യക്തികളാണ് ഫെനി നയനാനും റെനോ പി രാജനും. ഫെനി നയനാൻ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഘട്ടത്തിൽ ഫെനി നയനാനെ കൂടി പ്രതിയാക്കിക്കൊണ്ടാണ് രാഹുലിനെതിരെയുള്ള രണ്ടാമത്തെ പീഡന കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. രാഹുലിന്റെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള ആത്മസുഹൃത്തായിട്ടുള്ള റെനോ പി രാജനും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറത്ത് പഞ്ചായത്തിൽ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ റെനോ പി രാജൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി പദവിയിലും അതുപോലെ തന്നെ ഏറത്ത് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പദവിയിലും നിലകൊള്ളുന്നുമുണ്ട്. ഇത്തരത്തിൽ രാഹുലിന്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ ഒരാളായ റെനോ പി രാജന്റെ വിവാഹവും ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നടന്നത്. ഈ വിവാഹവേദിയിൽ റെനോ പി രാജനും വധുവിനുമൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും രാഹുൽ ഈ ഓണക്കാലത്ത് തൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നതും നമ്മൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ റീൽ ചിത്രീകരണവും കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ള ഓണാഘോഷവും ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ വിവാഹാഘോഷവും എല്ലാം കൂടി ചേർന്നുകൊണ്ട് രാഹുലിനെ സംബന്ധിച്ച് ഇത്തവണത്തെ ഓണക്കാലവും സജീവമായിരുന്നു, സന്തോഷം നിറഞ്ഞതായിരുന്നു എന്ന വിലയിരുത്തലിലേക്ക് നമുക്കിതിനാൽ തന്നെ എത്തുവാൻ കഴിയുന്നതാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വ്യക്തിപരമായി നോക്കുമ്പോൾ ഏറെ സന്തോഷമുള്ള ഓണക്കാലമാണെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നോക്കുമ്പോൾ രാഹുലിനെ സംബന്ധിച്ച് ഈ ഓണക്കാലം അത്ര പ്രതീക്ഷയൊന്നും നൽകുന്നതല്ല എന്ന വസ്തുതയും നമ്മൾ മറന്നു പോകരുതാത്തതാണ്. സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിൽ പോലും യുവ കോൺഗ്രസ് നേതാക്കളായുള്ള അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവരുടെ MLA എന്ന നിലയിലുള്ള സാന്നിധ്യം രാഹുലിൻ്റെ പൊളിറ്റിക്കൽ റെലവൻസിന് വലിയ കോട്ടം തട്ടിക്കുന്നുണ്ട്. അതിനാൽ തന്നെ സ്വന്തം ജില്ലയിലൂടെ ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കുള്ള മടങ്ങിവരവ് രാഹുലിന് അത്ര എളുപ്പമൊന്നും സാധ്യമാവില്ല എന്നതും വ്യക്തമാണ്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ ആകെയുള്ള 5 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4 വിജയിക്കുവാൻ കോൺഗ്രസിനും UDFനും കഴിഞ്ഞിരുന്നു. അതിനാൽ തന്നെ 2031 പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഏതെങ്കിലും ഒരു സീറ്റിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തുവാനുള്ള അവസരങ്ങൾ രാഹുലിന് മുമ്പിൽ പരിമിതമാണ് എന്നും വിലയിരുത്തേണ്ടിയിരിക്കുന്നു. VD സതീശൻ സർക്കാർ ജനകീയമായി മുന്നോട്ട് പോവുകയും VD സതീശൻ സർക്കാരിലെ UDF MLAമാരും കോൺഗ്രസ് MLAമാരും മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ രാഹുലിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്പേസും നഷ്ടമാകുന്ന സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ എന്ന രാഷ്ട്രീയക്കാരന് സമീപകാലത്തെങ്ങും കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് തൻ്റെ പൂർവ്വകാല പ്രതാപം തിരികെ പിടിച്ചുകൊണ്ട് ഒരു മടങ്ങിവരവ് സാധ്യതയില്ല എന്ന വിലയിരുത്തലിലേക്കും നമ്മൾ എത്തുവാൻ നിർബന്ധിതമാകുന്നത്. എന്തൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഈ ഓണക്കാല വിശേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.